ഇപ്പോൾ അക്ഷയ്ക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകി വോട്ട് ചെയ്യുന്ന നടപടിയിൽ കടക്കുകയാണ്. പക്ഷേ പോലീസ് അത് തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പോലീസ് ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകരും പോലീസുമായി ഉണ്ടായ ഒരു സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞ 1.5 മണിക്ക് വന്ന അക്ഷയ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. വോട്ട് ചെയ്യാൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. ഇത് കാണിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് മുന്നിൽ കയറിയതാണ്. മാധ്യമപ്രവർത്തകരും അത് പോലീസും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കഴിഞ്ഞ 1.5 മണിക്ക് തുടങ്ങിയ ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് ഇപ്പോൾ പരിഹാരമുണ്ടാകുന്നു. അക്ഷയയ്ക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നു. അതിന്റെ പ്രാഥമികമായ നടപടികളിലേക്ക് പോകും. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. 1.5 കൈക്കുഞ്ഞുമായി ഈ കുറുക്കഞ്ചേരിയിലെ ബൂത്തിലേക്ക് എത്തിയ അക്ഷയ്ക്ക് ഇപ്പോൾ 6 മണിക്ക് ശേഷം 6:15 ഇപ്പോൾ 6:15 വോട്ട് ചെയ്യാൻ അനുമതി നൽകിയത്. അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മുതൽ താഴോട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടും യാതൊരു നടപടികൾ എടുക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറായില്ല. പക്ഷേ ഒടുവിൽ വലിയ പ്രതിഷേധം മുമ്പിൽ LDF പ്രവർത്തകർ നടത്തി. അതിനുശേഷം പിന്നോട്ടില്ലെന്ന ഉറപ്പോടുകൂടി പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അവസാനത്തെ ആ ദൃശ്യങ്ങളിൽ കാണാം. അക്ഷയ വോട്ട് ചെയ്യാൻ പോകുന്നു. 1:30 ഇവിടെ വന്ന് കാത്തിരുന്ന അക്ഷയ്ക്ക് കൈക്കുഞ്ഞുമായി വന്ന് കാത്തിരുന്ന അക്ഷയ്ക്ക് വോട്ട് ചെയ്യാൻ അനുമതിയായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം അവർ വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകും. എത്ര മണിക്കൂറാണ് അവർ വോട്ട് ചെയ്യാൻ കാത്തുന്നത്? ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ എത്ര മണിക്കൂറാണ് കൈക്കുഞ്ഞുമായി വന്ന ഒരു അക്ഷയ എന്ന വോട്ടറെ കാത്തിരുത്തിയത്? നിരവധി തടസ്സങ്ങൾ പറഞ്ഞ് യാതൊരു നടപടികളും എടുക്കാതെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വലിയ ഇടപെടലുകൾക്കൊടുവിൽ അവസാനം അക്ഷയ്ക്ക് വോട്ട് ചെയ്യുന്ന അക്ഷയ വോട്ട് ചെയ്ത് ഇപ്പോൾ പുറത്തു വരുന്ന അക്ഷയ വോട്ട് ചെയ്തിരിക്കുന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കഴിഞ്ഞ 6 മണിക്കൂറോളം നീണ്ട ആ പ്രതിഷേധങ്ങൾക്ക് അവസാനം കുറിച്ചിരിക്കുന്നു. അക്ഷയ ഇപ്പോൾ പുറത്തു വരുന്നു. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ സത്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു.